ഈ ഓട്ടോറിക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ആക്സിൽ കേട്ടോ. ഇത് കമ്പനി വൻ വിജയം തന്നെയാണ്. ഈ ആക്സിൽ ബൂട്ട് പറഞ്ഞ സംഭവം ഇതാണ്. അപ്പോൾ ഇത് പൊട്ടാണ് സാധാരണ പതിവ്. വേറെ വലിയ കംപ്ലൈൻറ്റുകളൊന്നും നിലവിൽ വരാറില്ല. നിലവിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാകും. ഇപ്പം തന്നെ ഈ കട്ടൻ്റെ ഒരു സൈഡ് കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ട് ഇപ്പോഴും വണ്ടി ഓടുന്നുണ്ട്. അതായത് നമുക്ക് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ കട്ട പൊട്ട് എങ്ങനെ ഉള്ളത് എന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഈ പൊട്ട് ഉണ്ടായിട്ടും നിലവിൽ വണ്ടി ഓടുന്നുണ്ട്. നിലവിൽ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഭാവിയിലേക്ക് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുന്നു എന്ന് മാത്രം. ഇതാണ് എനിക്ക് ആപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം. ബജാജിൻ്റെ ഓട്ടോകളൊക്കെ മുന്നേ പെട്രോൾ വണ്ടികളൊക്കെ ഞാൻ എടുത്ത സമയത്ത് ലൈനിലൊക്കെ കുടുങ്ങി വർഷാപ്പാരെ കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടിക്ക് എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ടയറ് നമ്മൾ ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ചേഞ്ച് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കണം. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു ടൂൾ ബോക്സ് ആക്കിയതാണ്. ഇവിടെയും സ്റ്റെപ്പാണ് നമ്മൾ കമ്പനി തരുമ്പോൾ ഉള്ളത്. പിന്നെ ബോഡിയുടെ കാര്യത്തിൽ ചേസ് തെറ്റില്ല, പക്ഷേ ബോഡി പറ്റ ദയനീയമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇനിയിപ്പോൾ എന്നോട് ചോദിക്കും നിങ്ങൾ ഈ വണ്ടിക്ക് 100% എത്ര ശതമാനം കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇതിൻ്റെ 90% എനിക്ക് ഇതിന് ഹാപ്പിയാണെന്ന് പറയാൻ കഴിയുക. അപ്പോൾ എന്നാലും വളരെ മെച്ചം തന്നെയാണ് കേട്ടോ. മറ്റു വാഹനങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു 60% എനിക്ക് പറയാൻ പറ്റിയ വാഹനങ്ങളുണ്ടെങ്കിലും ഇത് വളരെ ആ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ ഇത് ഞാനൊരു അഡീഷണൽ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഡോറ് ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാലും ഇത് നമുക്കിവിടെ ലോക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. അപ്പോൾ ഇത് ഞാൻ സാധനങ്ങൾ വല്ലാതെ വാഹനത്തിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ചെയ്തത് കേട്ടോ. നമ്മൾ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ കയറ്റുകയാണെങ്കിൽ ഈ ഡോറ് വെക്കുന്നവർ ശ്രദ്ധിക്കുക, പുറത്തോട്ട് തള്ളി വെക്കാനൊന്നും കഴിയില്ല. ഈ ലെവലിൽ ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലും സാധനം പുറത്തോട്ട് കുറച്ച് തള്ളിയതാണെങ്കിൽ ഈ ഇതിൻ്റെ ഡോറ് കണ്ടില്ല, ഈ ലെവലിൽ നിൽക്കും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ആവശ്യമുള്ളവർ മാത്രം വെച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ ഇവിടെ നല്ല സ്ഥലമായിരുന്നു കേട്ടോ. നമ്മളൊരു ലഗേജ് അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. വേണമെങ്കിൽ ഈ സീറ്റ് എനിക്ക് കുറച്ചും കൂടി മുന്നോട്ടാക്കാൻ പറ്റും, ബാക്കോട്ടാക്കാൻ പറ്റും. അതിൽ കമ്പനി വളരെ നല്ല ഒരു ആപ്പ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എപ്പോഴും ചിന്തിക്കാൻ പറ്റുക ഇതിൽ സാധനങ്ങൾക്ക് ഒരുപാട് കയറ്റാമെന്നാണ്. ഈ സീറ്റ് മറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വരെ നമുക്ക് സാധനങ്ങൾ കയറ്റാം. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ബോഡിപ്പണി എടുക്കുന്നതിന് മുന്നേ നമ്മളെ മുസ്ലിം ആചാരപ്രകാരമുള്ള നമ്മളെ മയ്യത്തും കട്ടിൽ വരെ ഞാൻ ഇതിൽ മുന്നിലേക്കാക്കി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ. ഇപ്പം ഞാനങ്ങനെ കൊണ്ടില്ല. അന്ന് സീറ്റും ചെറുതായിരുന്നു. പിന്നെ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ എൻജിൻ ഭാഗവും വലിയ തെറ്റൊന്നുമില്ല കേട്ടോ. ആർക്കും ഏത് വർഷാപ്പാർക്കും പെട്ടെന്ന് നമ്മൾ നന്നാക്കാൻ പാകമുള്ള ഒരു എൻജിൻ തന്നെയാണ് ഇവർ കൊടുത്തത്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ആയാലും നമ്മളിവിടെ പുറത്തുനിന്ന് തന്നെ നമുക്ക് ഊരിയിട്ട് തട്ടാനുള്ള സൗകര്യങ്ങളും പിന്നെ ഓവറോൾ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാപ്പിയാണ്. ആപ്പ ഗ്രീസിൻ്റെ എൻജിൻ തന്നെയാണ് കൊടുത്തത്. അത് തന്നെയാണ് അതുലിനും അതുപോലെ മഹീന്ദ്രക്കൊക്കെ കൊടുത്തത്. അതുപോലെ തന്നെ അതുകൊണ്ട് ആണോ എനിക്കറിയില്ല, എൻജിന് വളരെ ഹാപ്പിയാണ്. ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ക്ലച്ചിൻ്റെ കാര്യത്തിൽ ചില ഡ്രൈവർമാർക്ക് പെട്ടെന്ന് പോകുന്നു, ചിലവർക്ക് പോകുന്നില്ല. പിന്നീട് ഇതിന് വരുന്ന വേറൊരു പ്രശ്നമാണെന്ന് ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ച് വളരെ ദയനീയമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ബ്രേക്ക് സ്വിച്ച് പെട്ടെന്ന് പോകുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് അതിൻ്റേതായ പരിഹാരങ്ങളുണ്ട്. ചിലവർ അൽഫൻ്റെതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതും വളരെ ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി ആയിരുന്നു അത്. നമ്മളത് ഏകദേശം ഒരു 9 മാസമായപ്പോൾ തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റുകൾ ഓരോന്ന് വന്നു. ഇതിൻ്റെ വർക്ക്ഷോപ്പ്, ഇതിൻ്റെ സർവീസ് ഇപ്പം നമ്മൾ മഹീന്ദ്രൻ്റെയൊക്കെ ഇലക്ട്രിക് ഓട്ടോകൾക്കൊക്കെ വരുന്ന മാതിരി തന്നെ സർവീസുകൾ പറ്റ ദയനീയമായിരുന്നു അന്നത്തെ കാലം. ഇപ്പോഴൊക്കെ കുറേ മെച്ചപ്പെട്ടും തോന്നുന്നു. അപ്പോൾ സർവീസിൽ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും എൻ്റെ ബാറ്ററിൻ്റെ വാറണ്ടി കഴിഞ്ഞു പോയി. പുതിയതായിട്ട് ഞാൻ വാങ്ങേണ്ടി വന്നു. അപ്പോൾ പുതിയതായി ഞാൻ വാങ്ങുമ്പോഴത്തേനും ഞാൻ പുറത്തുനിന്ന് നോക്കിയോണ്ടാണ് എനിക്ക് ആ കംപ്ലയിൻറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ വണ്ടി എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പായും പുലി എന്ന് പറയില്ലേ, അതുപോലെ പാഞ്ഞ ഒരു വാഹനമായിരുന്നു. അവരെടുത്ത് സർവീസിന് പോയി ഇങ്ങോട്ട് ഇറങ്ങിയാൽ ചത്ത പുലിൻ്റെ പോലെ ആവും. അതിനുശേഷം എനിക്ക് 2 or 3 സർവീസുകൾ ഞാൻ ഓൾറെഡി കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി കമ്പനിയിലുള്ള പിള്ളേർക്ക് ഒരു ഐഡിയ നിശ്ചയില്ല, ഒരു മണ്ണാങ്കട്ടി അറിയില്ല എന്ന്. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ പോയാൽ വർഷാപ്പാറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് നമ്മളൊക്കെ സാധാരണ ഇവിടെ കൂടുതൽ പോലെ പഠിക്കൽ ബാവക്കാക്കാന്ന് പറയും, സുലൈമാൻ അങ്ങനെയുള്ള അവരുടെ അടുത്തൊക്കെ പോയപ്പോൾ വണ്ടി എന്താണെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്.
അതിനുശേഷം ഞാൻ കമ്പനി സർവീസ് എനിക്ക് ഫ്രീ ആയിട്ട് ഉണ്ടായിട്ട് പോലും ഞാൻ അവിടെ പോവാറില്ല. കാരണം പണി അറിയാത്തവരെ കൊണ്ട് നമ്മൾ തൊടിയിപ്പിച്ചപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കമ്പനിയിൽ പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ കമ്പനിയിൽ പോയാൽ അവർ കറക്റ്റ് സ്പെയറും വെച്ചിട്ടാണ് ഉപയോഗിക്കുക. കാരണം ഒരു 10 ഞെട്ടാണെങ്കിൽ ആ 10 അതിൻ്റേതായിട്ട് കമ്പനി ഇറക്കിയ ഞെട്ടുമ്പോൾ അതിന് സ്പാൻഡർ പ്ലെയറുകളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് അതുണ്ടാകുന്നില്ല. എന്നിട്ട് പോലും ഞാൻ പുറത്ത് പോകാൻ കാരണം വണ്ടി നന്നാക്കാൻ അവർക്ക് അറിയില്ല. പാർട്സും കാര്യങ്ങളും സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അന്നൊക്കെ പൊന്തിച്ച് വെക്കലാണ് നമ്മൾ വണ്ടി കൈ കൊണ്ട് തന്നെ പൊക്കണം. അന്ന് ജാക്കിയില്ല, കമ്പി തന്നെയാണ് വെക്കാറ്. ഇപ്പോൾ നല്ല നല്ല ഹൈഡ്രോളിക് ജാക്കികളൊക്കെ വന്നു. പക്ഷെ അന്ന് കമ്പനി മാത്രമേ ഉള്ളായിരുന്നു അന്ന് ഹൈഡ്രോളിക് ജാക്കികൾ. അപ്പോൾ ഈ കമ്പനീൻ്റെ സർവീസ് അന്ന് പറ്റ ദയനീയമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ശേഷം കമ്പനി പോകാറുണ്ട്. വല്ലാതെ ആരും അങ്ങനെ കുറ്റം പറയുന്നൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. നമ്മൾ ശരിയാക്കണമെങ്കിലും കമ്പനി തന്നെ പോകണം. അവരെടുത്തുള്ള അതിൻ്റെ മെഷീനും കാര്യങ്ങളും ഉള്ളത് ഇപ്പോഴും ഏകദേശം അതേമാതിരി തന്നെയാണ് കേട്ടോ. പിന്നെ വണ്ടിക്ക് മൈലേജ് കിട്ടിയത് ഞാൻ ഓൾറെഡി നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് മൈലേജ് കിട്ടാൻ തുടക്കത്തിൽ എനിക്ക് 34-35 കിട്ടിയിരുന്നു. ബോഡിപ്പണി ഞാൻ അങ്ങോട്ട് 2 വർഷം കഴിഞ്ഞ് ബോഡിപ്പണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയത് 30ൻ്റെ ചോടയൊക്കെ വന്നു പോയി. ഒരുപാട് കാലം ഞാൻ 30ൻ്റെ ചോടയിൽ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് വെയിറ്റ് കൂടിയപ്പോൾ കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ വണ്ടി കാണുമ്പോൾ വണ്ടിയുടെ ടയറിൽ ലേശം കാറ്റ് കുറവുണ്ട് കേട്ടോ. ഞാൻ പഞ്ചറാണോ എന്താ അറിയില്ല, ഒന്ന് നോക്കണം. അപ്പോൾ അത് നന്നാക്കാൻ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെയല്ല കാറ്റുണ്ടാവാറ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇത് ചേസൊക്കെ നല്ല പെർഫെക്റ്റാണ് കേട്ടോ. അതിനൊന്നും ഒരു കുറ്റങ്ങളും ഒന്നും പറയാനില്ല. ഇപ്പം ഞാൻ ഈ വാഹനം ഓടിയിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു 2,25,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ മീറ്റർ പോയി. ആ മീറ്റർ പോയപ്പോൾ ആ പഴയ മീറ്റർ കാണാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ പഴയ മീറ്റർ കാണാൻ ബുദ്ധിമുട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓൾറെഡി ഞാൻ അവിടെ ഒരു തട്ട് വെച്ചിരുന്നു. ഈ തട്ട് എനിക്ക് ഫോൺ വെക്കാനും അങ്ങനെയൊക്കെ ഉപകാരം കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ വെക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇവിടെ കിലോമീറ്ററുകൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിന് ഈ വെള്ള കളർ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ തട്ട് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ആണ് ഉണ്ടാവാറ്. അപ്പോൾ ഈ വെള്ള കളർ വന്നതിന് ശേഷം അതിൽ ഹാപ്പിയാണ്. പിന്നീട് നമുക്ക് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇവിടെ കിലോമീറ്റർ നമ്മൾ കാറിനൊക്കെ കാണുന്ന മാതിരി നമ്മൾ ഒരു ബട്ടൺസൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഓരോ കിലോമീറ്റർ പോകുമ്പോഴും അത് 0 നിന്ന് തുടങ്ങുന്ന ഒരു സെറ്റിങ്സ് കമ്പനി ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ഞങ്ങളെപ്പോലെ നാട്ടുപുറത്ത് ഓടുന്ന വാഹനങ്ങൾക്ക് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓവറോൾ നമ്മുടെ വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം തന്നെയാണ്. ഉപയോഗിക്കുന്നവർ വീണ്ടും ഉപയോഗിക്കും. ജെർക്കിങ് മാത്രമാണ് പ്രധാനമായിട്ടും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ ഉണ്ട്. അത് നമുക്ക് വരുന്ന എപ്പിസോഡിലേക്ക് ഞാൻ വിവരങ്ങൾ തരുന്നതാണ്. കാരണം എൻജിൻ റൂമൊക്കെ ഒന്ന് വൃത്തി ആക്കാനുണ്ട്. കാരണം ഒന്നായിട്ട് മണ്ണ് പിടിച്ചെടുക്കുകയാണ്. നമ്മളവിടെ ഈ ബൈപ്പാസിൻ്റെ പണി ആയതുകൊണ്ട് നല്ല മണ്ണും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് വീട്ടിലേക്ക് വണ്ടി കയറില്ല. പിന്നെ അതുപോലെ പറയാനുള്ളൊരു കാര്യം കൂടി വിട്ടുപോയിട്ടോ. ഞാൻ എൻ്റെ വാഹനം എൻ്റെ വീട്ടിലേക്ക് കയറാറില്ല. വെയിലും മഴയും കൊണ്ടിട്ടാണ് ഈ 11 വർഷത്തോളം ഇവ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല ഷെഡിലൊക്കെ കയറ്റി വെക്കുന്നൊരു വാഹനമല്ല. എപ്പോഴും റോഡ് സൈഡിൽ തന്നെയാണ് അധികവും ഈ വാഹനം ഉണ്ടാവാറ്. റോഡ് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള അടുത്ത സ്ഥലങ്ങളിലൊക്കെയാണ് എപ്പോഴും ഉണ്ടാവാറ്. തുടക്കത്തിലൊക്കെ ഞാൻ അടുത്ത വീടുകളിലാണ് വെക്കാറ്. കാരണം പുതിയ വണ്ടിയാകുമ്പോൾ പേടിയുണ്ടായിരുന്നു ബാറ്ററി കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ ചോട്ടിൽ ഒരു റോഡ് സൈഡ് ക്യാമറ ഉള്ള സ്ഥലം കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ അവിടെ വെക്കാൻ തുടങ്ങി. അതോടെ നമ്മൾ ഹാപ്പി ആയിട്ടോ. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇനി നമുക്ക് ഈ വീഡിയോയിൽ പറയാനില്ല. ഉള്ളത് എൻജിൻ റൂമിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതാണ്. പിന്നെ ഓവറോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വണ്ടിയിൽ ഞാൻ ഹാപ്പി തന്നെയാണ് കേട്ടോ. ഒരു 90% ഞാൻ ഹാപ്പിയാണ്. ബോഡിയുടെ കാര്യത്തിൽ മാത്രം ഹാപ്പിയല്ല. അത് ഇന്നും കമ്പനി ആ തരികിട ഉണ്ടെന്നാണ് എൻ്റെ അറിവിലുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും നമുക്ക് ഈ വണ്ടിയെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഇതിന് നിലവിൽ ഭയങ്കര മാർക്കറ്റും ഉണ്ട് കേട്ടോ. അത് കമ്പനി തുടക്കത്തിൽ ഇവരെ വാഹനം റിട്ടേൺ എടുക്കുമ്പോൾ ഇവർ തന്നെ നല്ല വില കൊടുക്കാറുണ്ടായിരുന്നു. അത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് എന്താ പറയുക, ആപ്പക്ക് വില ഉള്ള ഒരു ടാർഗറ്റിലേക്ക് വന്ന് അതാണ് ഇന്നും ആപ്പക്ക് ഒരു വില. അല്ലാതെ വണ്ടി വലിയ വമ്പനായിട്ടൊന്നുമല്ല. അതിനെക്കാട്ടി നല്ല വണ്ടി തന്നെയാണ് ആൽഫ. പക്ഷേ ആൽഫക്ക് മാർക്കറ്റില്ല, ആപ്പക്ക് മാർക്കറ്റ് ഉണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ആപ്പ ഇന്നും കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത്, അധികം ആളുകളും എടുക്കുന്നത്. PS6 മറ്റു കാര്യങ്ങളിലുള്ള വണ്ടികളെ റിവ്യൂ ഒക്കെ നമ്മൾ ഉടൻ ചാനലിൽ ഞാൻ കൊണ്ടുവരാം. ഒരു പക്ഷേ ഈ എപ്പിസോഡ്
ഈ എത്ര എപ്പിസോഡോടെ കഴിയുമെന്ന് എനിക്കറിയില്ല. ഒന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നമ്മൾ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു പക്ഷേ വീഡിയോ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ 2 എപ്പിസോഡ് ആക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 2ാമത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ആയിരിക്കും ഈ കൂടുതൽ കാര്യങ്ങൾ കിട്ടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. താങ്ക് യു.